എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ ഒരു കോമൺ ബേസിക് ഋതമുണ്ട്. ഋതമില്ലാത്ത ഒരു മനുഷ്യനില്ല. ആ ഋതത്തിന് എന്തെങ്കിലും താള ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സ്റ്റക്കാകുന്നത്. ഹാർട്ട് ബീറ്റ് തന്നെയാണ് ബേസിക് ഋതം. നമ്മളിപ്പോൾ കോട്ടും സൂട്ടും ഇട്ട് നിന്നാലും ചെണ്ടമേളം കേൾക്കുമ്പം ഷൂവിനകത്തോട് നമ്മൾ അറിയാതെ താളം പിടിച്ചു പോകും. ആ ബേസിക് ഋതമാണ്. ഈ പെൺകുട്ടികളൊക്കെ ഈ പാട്ടിൻ്റെ ഒരു താളത്തിനനുസരിച്ചാണ് ഈ കുട്ടികൾ ചുവട് വെക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക ഒരു ലഹരിയിലേക്ക് അവർക്ക് അതിൻ്റെ ഒരു എന്താണ് ഒരു എനർജിയിലാണ് അവർ ആ ഒരു അങ്ങനത്തെ ചുവട് വെക്കാൻ തുടങ്ങിയത്. പക്ഷേ അതിന് മാധ്യമങ്ങൾ നോക്കിക്കണ്ടത് അവർ ലഹരിയുടെയൊക്കെ പിൻബലത്തോടു കൂടിയാണ് ഇതിനൊപ്പം ചുവട് വെച്ചതെന്നും അവർ മദ്യം കഴിച്ചു അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കും അങ്ങനെയൊക്കെ രീതിയിൽ അവരെ കുറ്റപ്പെടുത്തിയപ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. പുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പല കാലപ്പരദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം. പ്ലേബാക്ക് സിംഗർ എന്നുള്ള നിലയിൽ തന്നെ കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് എത്തിച്ച പാട്ടായിരുന്നു ഈ കമ്മട്ടിപ്പാടത്തിലെ കുഴുപുലികൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് മൂവി ബാച്ചലർ പാർട്ടി, ബാച്ചലർ ലൈഫാണ് അഭയമെൻ്റെ പാട്ട് രണ്ടും ഹിറ്റായിരുന്നു. പക്ഷേ പാട്ടുകാരനെ ആർക്കും അറിയത്തില്ല. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കുറച്ചധികം നല്ല കലാകാരന്മാരാണ്. ലെറ്റ്സ് വെൽക്കം പാട്ടൂര ടീം ബാൻഡ് അല്ലേ? ഓക്കെ, നിങ്ങൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താവോ? നമസ്കാരം, എൻ്റെ പേര് ബൈജു മല്ലനട. പാട്ടുപുരയിലെ ക്രൂസാണ് ഇരിക്കുന്നത് മുഴുവൻ പേരും. ഇത് മത്തായി സുനിൽ ഇടയ്ക്കാട്. അദ്ദേഹം ഏകദേശം ഒരു 35ഓളം സിനിമകളിലൂടെ ഇന്ന് ശ്രദ്ധേയനായ ഒരു സിനിമ പിന്നണി ഗായകൻ കൂടിയാണ്. കമ്മട്ടിപ്പാടം മുതലായ തുടങ്ങിയ സിനിമകളിൽ ഇപ്പം വരാഹം, സുരേഷ് ഗോപിയുടെ വരാഹം വരെ എത്തി നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ. അതോടൊപ്പം തന്നെ നിരവധി നാടകഗാനങ്ങൾക്കൊക്കെ അദ്ദേഹം പിന്നണി പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരിക്കുന്ന പ്രിയപ്പെട്ട കലാകാരി ശ്രീകുട്ടി കോന്നി, പിന്നീട് നമ്മുടെ ടീമിൻ്റെ കലാകാരൻ അനൂപ് പന്തളം. അദ്ദേഹം ഒരു പാട്ടുകാരനിലുപരി ഒരു ശില്പിയും കൂടിയാണ്, ഒരു ചിത്രകാരൻ കൂടിയാണ്. നമ്മുടെ ടീമിൻ്റെ പ്രോഗ്രാംസിൻ്റെ സെറ്റ് ഡിസൈൻ എല്ലാം ചെയ്യുന്നത് അനൂപാണ്. അതുതന്നെ നമ്മുടെ വാദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കലാകാരൻ അർജുൻ പന്തളം. അതുപോലെ തന്നെ നമ്മുടെ ബേസ് ഗിറ്റാർ വായിക്കുന്ന ഗിറ്റാറിസ്റ്റ് അപ്പു ചങ്ങനാശ്ശേരി. അദ്ദേഹം ഒരു എഡിറ്റർ കൂടിയാണ്. കൈതി എന്ന സിനിമയിലൂടെയൊക്കെ എഡിറ്റിംഗ് രംഗത്തൂടെയൊക്കെ വന്ന ഒരു കലാകാരനാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ താളവാദ്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ശരത് ചെറിയനാട് ഒരു തായമ്പക കലാകാരൻ കൂടിയാണ്. അദ്ദേഹം നിരവധി ക്ഷേത്രങ്ങളിലും അതുപോലെയുള്ള ഇടങ്ങളിലൊക്കെ തൻ്റെ മേളപ്പെരുക്കമൊക്കെ അറിയിക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ്. തൊട്ടുപ്പുറത്ത് നന്ദു ചെങ്ങന്നൂർ. നന്ദു നിരവധി വാദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കലാകാരനാണ്. ഒരുപാട് വാദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പിന്നീട് മിലൻ കൃഷ്ണ അടൂർ. മിലനാണ് നമ്മുടെ ടീമിൻ്റെ ഡ്രം കൈകാര്യം ചെയ്യുന്ന കലാകാരൻ. ഒപ്പം പാട്ടുകാരനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സനൽ ചെങ്ങന്നൂർ. നിരവധി പാട്ടുകളുടെ കളക്ഷനും ഒക്കെ ഉള്ള തനത് പാട്ടുകളിലേക്ക് ഒരു വലിയ കളക്ഷൻ ശേഖരത്തിലുള്ള ഒരു കലാകാരൻ കൂടിയാണ്. ഇതിലും കുറച്ചുകൂടി കലാകാരന്മാരുണ്ട്. നമ്മുടെ അംഗത്തിൽ മൊത്തം ഏകദേശം 25ഓളം വരുന്ന കലാകാരന്മാരാണ് പാട്ടുവരയ്ക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്ര വർഷമായി ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഈ ഒരു ബാൻഡ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത് 10ാമത്തെ വർഷമാണ്. 10ാമത്തെ വർഷമായി. ഇപ്പോൾ എത്രത്തോളം സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്? അപ്പോൾ ഒരു എത്രത്തോളം ചെയ്ത് കാണുമായിരിക്കും? സ്റ്റേജ് ഒരു 10 വർഷം കൊണ്ടോ? 10,000 സ്റ്റേജോളം ഉണ്ടാവും. ഓക്കെ, ആദ്യം തൊട്ടേ ഉള്ള ടീമാണോ ഇത്? ആദ്യം തൊട്ടേ ഉള്ള ടീമാണോ അതോ? അതെ, ഇത് ഏകദേശം ഒരു 2014 ഞങ്ങൾ സ്റ്റാർട്ടാവുന്നത്. ഇത് 10ാമത്തെ വർഷം. അന്ന് പോലെ ഉണ്ട്. എല്ലാവരും പല സ്ഥലങ്ങളിലുള്ളതാണ്. എല്ലാവർക്കും അതിലും എക്സ്പീരിയൻസ് ഉണ്ട്. ഈ മേഖലയിൽ 20-25 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണ്. പല ടീമിൽ നിന്നും ഇങ്ങനെ കൂട്ടുകൂടി പരിചയപ്പെട്ട് പിന്നെ ഞങ്ങളെല്ലാം ഇപ്പോൾ 10 വർഷമായിട്ട് ഒരുമിച്ച് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ചേട്ടനാണ് തോന്നുന്നു ഇതിന്റെ എല്ലാത്തിന്റെയും നെടുന്തൂണെന്ന് പറയുന്ന ഒരു വ്യക്തി. അങ്ങനൊന്നുമില്ല, എല്ലാവരും ഇതൊരു ഗ്രൂപ്പിൻ്റെ വർക്ക്, എല്ലാവരും ഒരു ഒത്തൊരുമയിൽ പോകുന്നതാണ്. പിന്നെ ഞാൻ ഇപ്പോൾ ഡിഫറെൻ്റായിട്ട് കുറച്ച് മൂവി പാടിയിട്ടുണ്ട്. ഏകദേശം ഒരു 35ഓളം സിനിമ പാടിയിട്ടുണ്ട്. എൻ്റെ ആദ്യ മൂവിയായിരുന്നു ബാച്ചലർ പാർട്ടിയിലെ സിനിമ. അതിനകത്ത് ബാച്ചലർ ലൈഫ്, കപ്പ എന്ന് പറയുന്ന ആ 2 സോങ്ങാണ് പാടിയത്. പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് കമ്മട്ടിപ്പാടം, പിന്നെ ഇയോബിൻ്റെ പുസ്തകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഒരു മുറൈ വന്ന് പാർത്തായ, പിന്നെ വെള്ളം. ഇപ്പം റീസെൻ്റ്ലി ഇറങ്ങിയത് കഴിഞ്ഞ സീസണിൽ ഇറങ്ങിയത് അജഗജാന്തരമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്, പൊറോട്ട നാടകം എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇറങ്ങാനിരിക്കുന്ന മൂവിയാണ് വരാഹം, സുരേഷ് ഗോപി സാറിൻ്റെ സിനിമ. പിന്നെ 2-3 ഫെസ്റ്റിവൽ സിനിമ
അത് ഈ ഫെസ്റ്റിവലിന് പോയിട്ട് തിയേറ്റർ റിലീസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ജയരാജ് സാറിൻ്റെ പടമുണ്ട്, പിന്നെ ട്രിവാൻഡ്രം ബേസ്ഡ് ഒരു പടമുണ്ട്. അപ്പോൾ അത് ജയരാജ് സാറിൻ്റെ പടം സുരഭി ലക്ഷ്മി അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ തിയേറ്റർ റിലീസ് ഉണ്ടെന്നാണ് പറയുന്നത്, അറിയില്ല. അപ്പോൾ അത് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുക. അത് റിലീസ് ചെയ്യണമെന്നുള്ള പ്രാർത്ഥനയില്ല. കാരണം അത് വന്ന് ആൾക്കാർ പാട്ട് കേട്ടാലേ നമുക്ക് ഗുണമുണ്ടാവും. അങ്ങനെ പോകുന്നു. പിന്നെ അല്ലാതെ നാടകങ്ങളുടെ പ്രൊഫഷണൽ നാടകങ്ങൾ ഏകദേശം ഒരു 40-45 നാടകങ്ങൾ പാടിയിട്ടുണ്ട്. ഇപ്പം ഈ സംഗീതം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാട്ടല്ലാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രൊഫഷനായിട്ട് വേറെ അല്ല ടീമായിട്ട് തന്നെ ചെയ്യുന്നുണ്ടോ? ഞാൻ ഫുൾ ടൈം ഈ മേഖലയിൽ തന്നെ നിൽക്കുന്ന ആളാണ്. അനൂപ് പിന്നെ പാട്ട് പുള്ളി ശില്പിയാണ്, എല്ലാമുള്ള പുറത്തെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പു ഗിറ്റാറിസ്റ്റ്, പുള്ളി എഡിറ്ററും കൂടിയാണ്. പുള്ളി കൈദിയുടെയൊക്കെ സ്പോട്ട് എഡിറ്റിങ് പുള്ളിയായിരുന്നു. അപ്പം അദ്ദേഹം ഷോ ഇല്ലാത്തപ്പോൾ, നമ്മുടെ ഷോസ് ഇല്ലാത്ത സമയത്ത് പുള്ളി ആ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വേറെ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ടീമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? മീൻ ഈ സിംഗിങ് അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഒരുപാട് പാടിയിട്ടുണ്ട്, ഒരുപാട് സ്റ്റേജ് ഷോസും അല്ലാതെ തന്നെ നിങ്ങൾ ടീമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടീമായിട്ട് ചെയ്തതിൽ ഏറ്റവും അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഹാർട്ട് ടച്ചിങ് ആയിട്ട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് ഏത് മൊമെൻ്റ് ആയിരിക്കും? ഇഷ്ടപ്പെട്ടതാവാം, അല്ലെങ്കിൽ ഒരാളടുത്ത് നിന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി എനിക്ക് കിട്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു അംഗീകാരം എനിക്ക് കിട്ടിയെന്ന് തോന്നിയൊരു ഒരുപാട് വേദികളുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ ആരോഗ്യപരമായി നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരുപാട് പ്രേക്ഷകരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പൊതുജനം പലവിധമാണല്ലോ. നമ്മൾ ഒരു പ്രോഗ്രാം സൈറ്റിൽ ചെല്ലുമ്പം 100 പേരിരിക്കുന്ന ഒരു പ്രേക്ഷകരായിട്ടുള്ള ഒരു പ്രോഗ്രാം സൈറ്റിൽ 100 പേരെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുന്നത് വലിയ പാടുള്ള കാര്യം. അതിൽ 10 പേരായിരിക്കും ചിലപ്പോൾ ഇതിനെ ആരോഗ്യപരമായിട്ട് വളരെ സീരിയസ് ആയിട്ട് ഈ പാട്ടുകളെ നോക്കി കാണുന്നത്. കാരണം നമ്മൾ പാടുന്ന പാട്ടുകളെല്ലാം ആരും എഴുതി ഉണ്ടാക്കി ട്യൂൺ ചെയ്ത പാട്ടുകളല്ല, കാലങ്ങളായി ഇങ്ങനെ കൈമാറി വന്നിട്ടുള്ള ട്രഡീഷണൽ സോങ്ങുകളാണ്. ഇപ്പം പുതിയ കാലത്തിൽ എഴുതപ്പെട്ട പാട്ടുകളും പാടുന്നുണ്ട്. അപ്പോൾ ഓരോ കാറ്റഗറി അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിൽ പാടിയ പാട്ടുകൾ കേൾക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ലിറിക്സിൻ്റെ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ചിലവർ ആരോഗ്യപരമായിട്ട് വന്ന് ഭയങ്കര നന്നായിട്ട് അതിനെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. ഇപ്പോൾ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾ, സ്റ്റേജ് ഷോസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതാണ് ബെസ്റ്റ് എന്ന് തോന്നിയ ഏതെങ്കിലും മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഉണ്ട്. ഞങ്ങൾ മറക്കാൻ പറ്റാത്തൊരു സ്റ്റേജായിരുന്നു. നമ്മൾ ചെങ്ങന്നൂർ ITCയിലെ അവിടുത്തെ ഒരു അവരുടെ ഒരു ആർട്സ് ഡേയുടെ ഇനാഗുറേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് ബൈജു പറയുന്നതായിരിക്കും നല്ലത്. ആ പ്രോഗ്രാമിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് അംഗങ്ങളാണ് ആ പ്രോഗ്രാമിന് പോയിട്ടുള്ളത്. അപ്പം ഒരുപാട് പെൺകുട്ടികളും ഒക്കെ പങ്കെടുത്ത് നമ്മളോട്ട് ഇൻവോൾവ് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ഒരു ട്രഡീഷണൽ സോങ് മുടിയാട്ടം എന്ന ഒരു പ്രാക്തന കലയുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ട് പാടുകയുണ്ടായി. അപ്പോൾ ആ പാട്ടിൻ്റെ ഒത്ത് ഈ കുട്ടികൾ ചുവട് വെച്ചപ്പം ഒരു മുടിയാടുകയും ചെയ്തു. അപ്പോൾ അവിടെ ഇരുന്ന മുഴുവൻ പെൺകുട്ടികളും എഴുന്നേറ്റ് ഈ പാട്ടുകൾക്കൊപ്പം മുടിയാടി. അത് എൻ്റെ ഫുൾ ക്യാമ്പസ് മൊത്തം അങ്ങനെ മുടിയാടി. അവർ കുറച്ച് പേർ കുഴഞ്ഞു വീഴുന്നു. അങ്ങനെ കുഴഞ്ഞ് വീഴുമ്പോൾ അധ്യാപകരെ വരെ മാറ്റുന്നു. ആ വീഡിയോ ഒക്കെ നല്ല രീതിയിൽ വൈറലായി. 1 മില്യൺ വ്യൂവേഴ്സൊക്കെ പോയ വീഡിയോസാണത്. അപ്പോൾ അതിൽ നമുക്ക് നല്ല അനുഭവമുണ്ട്. അതിനൊരു മോശപ്പെട്ട അഭിപ്രായവും പൊതുവിൽ ആക്ഷേപമായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഈ പെൺകുട്ടികളൊക്കെ ഈ പാട്ടിൻ്റെ ഒരു താളത്തിനനുസരിച്ചാണ് ഈ കുട്ടികൾ ചുവട് വെക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക ഒരു ലഹരിയിലേക്ക് അവർക്ക് അതിൻ്റെ ഒരു ഒരു എനർജിയിലാണ് അവർ അങ്ങനെ ചുവട് വെക്കാൻ തുടങ്ങിയത്. പക്ഷേ അതിനെ മാധ്യമങ്ങൾ നോക്കിക്കണ്ടത് അവർ ലഹരിയുടെയൊക്കെ പിൻബലത്തോടു കൂടിയാണ് ഇതിനൊപ്പം ചുവട് വെച്ചതെന്നും അവർ മദ്യം കഴിച്ചു അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കും അങ്ങനെയൊക്കെ രീതിയിൽ അവരെ കുറ്റപ്പെടുത്തിയപ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കാരണം ഒക്കെയും ഏകദേശം ഒരു 18 അല്ലെങ്കിൽ അത്രയൊക്കെ വയസ്സുള്ള കുട്ടികളാണ്. അവരൊക്കെ ഇതിനോട് കോപ്പറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ പാട്ടിനോടൊപ്പം പങ്കുചേരുകയാണ് ചെയ്തത്. പക്ഷേ അതിനെ സമൂഹ മാധ്യമത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഭയങ്കര വിഷമം തോന്നി. പക്ഷേ ആ പ്രോഗ്രാം എന്ന നിലയിൽ നമുക്ക് ഭയങ്കര ആത്മവിശ്വാസം അല്ലെങ്കിൽ ഈ കലയോട് ഉള്ളൊരു വലിയ ഇഷ്ടം തോന്നിയ ഒരു പ്രോഗ്രാമായിരുന്നു. ഓക്കെ, ഇപ്പോൾ നന്നായിട്ടൊരു ഹാപ്പി മൊമെൻ്റാണ് ഇപ്പോൾ ചേട്ടൻ ഷെയർ ചെയ്തത്. അല്ലാതെ വേറെ എന്തെങ്കിലും ഞാനിങ്ങനെ ഷോ ചെയ്യണ്ടായിരുന്നു തോന്നി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ?
നമ്മൾ വിചാരിക്കാത്ത ആരെങ്കിലും കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഒത്തിരി ഇടങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട് നമുക്ക്. പിന്നെ ഒരുപാട് ഇടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഈ പിന്നെ ഫോക്കുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫോക്ക് സോങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പാടുമ്പോൾ നമ്മളൊരു സമൂഹത്തിൽ നിൽക്കുന്ന കലാകാരന്മാരാണ്. ഒരിക്കലും ഒരു ജാതിയുടെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിൻ്റെയോ ഒന്നും ആൾക്കാരല്ല. ഞങ്ങൾ കലാകാരന്മാരാണ്. അതായത് ഞങ്ങൾ മാനവികതയുടെ ആൾക്കാരാണ്. അങ്ങനെയാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ അത്രയും ഇടങ്ങളിൽ നമ്മൾ ചില ക്ഷേത്രങ്ങളിലായാലും പള്ളി നമുക്ക് ഇപ്പം അങ്ങനെ ദൈവങ്ങൾ അങ്ങനല്ല. അപ്പം പൊതുസമൂഹത്തിനാണ് കലാകാരന്മാർ. ആ ഒരു അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അങ്ങനെ ചില ഒന്ന് രണ്ട് ഇടങ്ങളിൽ ഒരിടത്ത് നമുക്ക് അങ്ങനെ ഒരു പ്രോഗ്രാമായിട്ട് ഒരു മുസ്ലിം ടച്ചിലൊരു പാട്ട് പാടിയെന്ന് പറഞ്ഞ് നമ്മൾ പ്രോഗ്രാം നിർത്തിവെക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുസ്ലിം ചുവയുള്ള ഒരു ഫോക്ക് ഒരു അങ്ങനെ എല്ലാവർക്കും അല്ല പ്രശ്നം, ഒരാൾക്കാണ് അതിൻ്റെ പ്രശ്നം ഉണ്ടായത്. അങ്ങനെ പിന്നെ അതൊരു കോമൺ ഇഷ്യൂ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായിട്ട് പ്രോഗ്രാം ഒരു മിഡിൽ സ്റ്റേജിലൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് നല്ല ഓഡിയൻസും ആയിരുന്നു. ചർച്ച ചെയ്ത കാര്യമാണ്. കവി കുരിപ്പുഴയൊക്കെ അതിനെതിരെ ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനൊരു ബാൻഡ് തുടങ്ങിയല്ലോ, അപ്പോൾ ആരെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു ബാൻഡിലോട്ട് വരും എന്ന് വിചാരിക്കാതെ ആരെങ്കിലും വന്ന ആൾക്കാരുണ്ടോ? ഈ കല എനിക്ക് തിരഞ്ഞെടുക്കാൻ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ഈ കലയിലോട്ട് വന്നത്, അങ്ങനെ ഒരു തോന്നിയ വല്ല ആൾക്കാരുണ്ടോ? അങ്ങനെ ആരുമില്ല. എല്ലാവരും പാരമ്പര്യമായിട്ട് പ്രൊഫഷണലാണ്. എല്ലാവരും പാരമ്പര്യമായിട്ട് ഇതുമായിട്ട് ബന്ധമുള്ളവരൊക്കെ തന്നെയാണ്. നിങ്ങൾ ഏത് ടൈപ്പ് സോങ്സ് ഒക്കെയാണ്? നമ്മൾ ആനുകാലികളും പരമാവധി നമ്മൾ പരമ്പരാഗതമായ ട്രഡീഷണൽ സോങ്സ് അത്തരത്തിലുള്ള പാട്ടുകളാണ് തിരഞ്ഞെടുക്കാറുള്ളത്. അങ്ങനെയാണ് നമ്മൾ വേദി അവതരിപ്പിക്കുന്നത്. പിന്നീട് ആനുകാലികമായിട്ട് ബന്ധപ്പെട്ട പുത്തൻ എഴുത്തുകളൊക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. അത്തരത്തിലുള്ള പുതിയ നല്ല കണ്ടന്റുള്ള പാട്ടുകളൊക്കെ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും എഴുതിയിട്ട് അങ്ങനെയൊക്കെയുള്ള പാട്ടുകളൊക്കെ ഉണ്ട് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ ഒരുപാട് കൂടുതൽ യങ്സ്റ്റേഴ്സ് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ റാപ്പ് സോങ്സ് അങ്ങനത്തെ കുറച്ചുകൂടെ വൈബായിട്ടുള്ള സോങ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ ഇത് ഒട്ടും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ കോളേജിലോട്ട് അല്ലെങ്കിൽ ക്യാമ്പസിലോട്ട് പോകുമ്പോൾ ഇങ്ങനത്തെ പാട്ടുകൾ വരുമ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പക്ഷെ ഇങ്ങനൊരു പാട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു മോഡേൺ രീതിയിലുള്ള പാട്ടുകൾ വരുമ്പോൾ ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള സോങ്സിന് സ്ഥാനം പോകുന്നു എന്നുള്ള വല്ലതുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം എൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ ബാൻഡുകൾ എടുത്തു വെച്ച് ഇപ്പം ഉപയോഗിക്കുന്നത് ട്രഡീഷണൽ സോങ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ട്യൂണിനോ ലിറിക്കിനോ മാറ്റം ഉണ്ടാകുന്നില്ല. ആ സോങ്ങിൻ്റെ ലെങ്ത് അവർ കുറയ്ക്കും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ പല്ലവി അനുപല്ലവി ചരണം അത്ര ആക്കിയിട്ട് അവർ നിലവിൽ ആ പാട്ടിനുണ്ടായിരിക്കേണ്ട ട്രഡീഷണൽ ഇൻസ്ട്രുമെൻറ്റിനെ മാറ്റിയിട്ട് അവർ വെസ്റ്റേൺ ഇൻസ്ട്രുമെൻറ്റ് വെക്കുന്നുണ്ട്. അത് ശരിക്കും ഈ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ ഒരു കോമൺ ബേസിക് ഋതമുണ്ട്. ഋതമില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. ആ ഋതത്തിന് എന്തെങ്കിലും താള ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സ്റ്റക്കാകുന്നത്. ഹാർട്ട് ബീറ്റ് തന്നെയാണ് ബേസിക് ഋതം. നമ്മളിപ്പോൾ കോട്ടും സൂട്ടും ഇട്ട് നിന്നാലും ചെണ്ടമേളം കേൾക്കുമ്പം ഷൂവിനകത്തോട് നമ്മൾ അറിയാതെ താളം പിടിച്ചു പോകും. ആ ബേസിക് ഋതമാണ്. അതെല്ലാ മനുഷ്യൻ്റെയും പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടൊരു ബേസിക് ഋതമുണ്ട്. ആ ബേസിക് ഋതത്തിലുള്ള സോങ്സ് കേട്ടാലും ഇവർ അത് ഏറ്റെടുക്കാൻ തയ്യാറാവും. പിന്നെ മറ്റൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ഫോക്ക് സോങ്ങിൻ്റെ എല്ലാം ട്യൂണ് വളരെ സിമ്പിളാണ്. ഓർത്തിരിക്കാൻ പറ്റുന്ന, അവരുടെ ലെഷർ ടൈമിൽ അവർക്ക് മൂളാൻ പറ്റുന്ന, ലിറിക്സ് അറിയാൻ വയ്യെങ്കിലും അവർക്ക് മൂളാൻ പറ്റുന്ന സിമ്പിൾ ട്യൂണാണ് ഈ ഫോക്ക് സോങ്ങിൻ്റെ എല്ലാം. പിന്നെ അവർക്ക് പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റും, അതിൻ്റെ വായ്ത്താരികൾ ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അവർ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും. അതൊരു കോമൺ ബേസിക് ഋതത്തിനകത്ത് കിടക്കുന്നതായതുകൊണ്ട് അവർക്ക് വലിയ റിസ്ക് എടുത്ത് ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ അതിനകത്ത് ഇൻവോൾവ് ആയിക്കോളും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ട്രഡീഷണലും അല്ലാത്ത മോഡേൺ ആയിട്ടുള്ള സോങ്സും വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സിന് ഒരു പക്ഷേ ഈ ഫോക്ക് സോങ്സ് ഒന്നും അറിയണമെന്നില്ല. അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ അവരിലേക്ക് എന്താണ് കൊടുക്കാൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, അത് വളരെ ചുരുക്കം ആൾക്കാരിലേ ഉള്ളത്. പക്ഷെ അവരിപ്പം അത് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം നമ്മൾ മലയാള സിനിമ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂവിക്കകത്ത് കൂടുതലും ഫോക്ക് ടച്ചുള്ള പാട്ടുകളെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ട്രഡീഷണൽ സോങ് വരെ എടുത്ത് വെച്ചിട്ട് മൂവി ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് എത്രയോ പാട്ടുകളുണ്ട്. പാലാപ്പള്ളിയൊക്കെ ഒരു ട്രഡീഷണൽ സോങ്ങാണ്, അതിനെ
ആ ഒരു ടൈപ്പിലേക്ക് അതിനെ ഡൈവേർട്ട് ചെയ്തെടുത്തേ അവർ. വാലാപ്പള്ളി ഉണ്ട്, പിന്നെ എള്ളുള്ളേരി ഉണ്ട്, മറ്റേ അജഗജാന്തരത്തിലെ എള്ളുള്ളേരി, അതുപോലെ എ ആർ എമ്മിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, അല്ലല്ല മറ്റേ ജസ്റ്റിൻ വർഗീസ്, ഈ ഉറുമിയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി ഇപ്പം ഇറങ്ങുന്ന ഒരുപാട് സിനിമകളിൽ ഈ ഫോക്ക് സോങ്ങുകൾ ട്രഡീഷണൽ സോങ്ങുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഫോക്ക് സോങ്ങിൻ്റെ ടൂണിൽ എഴുതി കമ്പോസ് ചെയ്യുന്ന പാട്ടുകളും ഉണ്ടായിട്ടുണ്ട്. തെയ്യത്തിൻ്റെയൊക്കെ ഒരുപാട് പാട്ടുകൾ ഇപ്പം സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് കൃത്യമായിട്ട് അതിനെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ രണ്ട് ടൈപ്പിലേക്ക് മാറുന്നില്ല ഒരിക്കലും. അറിയാൻ വയ്യാഴിക എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ടാകുന്നില്ല ഒരിക്കലും. നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇതിലുള്ള കലാകാരന്മാർ മിക്കതും ആരും നിസ്സാരക്കാരല്ല. ഏകദേശം ഒരു 20 വർഷത്തോളം അല്ലെങ്കിൽ 25 വർഷത്തോളമൊക്കെ ഇതുമായിട്ട് പാരമ്പര്യമായിട്ട് ഇതുമായിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കലാകാരന്മാരാണ്. മിക്കവരൊക്കെ ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയ കലാകാരന്മാരാണ്. ഇപ്പോൾ ഇരിക്കുന്ന അർജുൻ പന്തളം തന്നെ നമ്മുടെ അദ്ദേഹം 2018 സാംസ്കാരിക വകുപ്പിൻ്റെ ഫെലോഷിപ്പ് ലഭിച്ച കലാകാരനാണ്. അനൂപ് എന്ന് പറയുന്നത് 2011 സംസ്ഥാന മത്സരത്തിൽ, അത് കേരളോത്സവം സംസ്ഥാന വിന്നറാണ് ഫോക്കുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ അക്കാദമി അവാർഡുകൾ, ഇപ്പോൾ മത്തായിക്ക് പ്രതിഭാ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നിരവധി ഇതെല്ലാവരും അത്തരത്തിലുള്ള അത്യാവശ്യം ഈ മേഖലയിൽ ഇതുമായിട്ട് അറിയപ്പെടുന്ന കലാകാരന്മാർ തന്നെയാണ്. നമ്മളിപ്പോൾ ഇതിനകത്ത് ഈ പാട്ടുകളുടെ ഒരു അന്വേഷണമുണ്ട്, അതിനെക്കുറിച്ചുള്ളൊരു പഠനമുണ്ട്. അത് നമ്മുടെ കേരളത്തിലെ മാത്രം ഫോക്കുകളുടെ ഒരു കളക്ഷൻ മാത്രമല്ല നമ്മുടെ കയ്യിലുള്ളത്, ഒട്ടുമുക്ക സംസ്ഥാനങ്ങളുടെ ഒരു കളക്ഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു ഷോയിൽ നമുക്ക് എല്ലാ പാട്ടുകളും, ഇപ്പം ബംഗാളിൻ്റെ പാട്ടുകളെല്ലാം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആൾക്കാർ അത് പ്രേക്ഷകർക്ക് കൺവേ ചെയ്യുന്ന വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ആൾക്കാർക്ക് കൺവേ ചെയ്യുന്ന പാട്ടുകൾ അതിനിടയ്ക്ക് കാണും, ഒന്നോ രണ്ടോ അന്യഭാഷകൾ പാടുന്നതല്ലാതെ അതൊരു ഓളമൊക്കെ ഉള്ളൊരു സാധനം പാടും. അതുകൊണ്ട് എല്ലാവരും ഇതിനെക്കുറിച്ച് കാര്യമായി അന്വേഷിക്കുക, ആ പാട്ടിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും. കാരണം ഇത് എപ്പോഴും നമുക്ക് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തേ പറ്റത്തുള്ളൂ. നമ്മളറിയാൻ വയ്യാതെ പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏത് കാലഘട്ടത്തിൽ പാടി, അത് ഏത് കാറ്റഗറിയാണ് പാടിയത്, എന്ത് സാഹചര്യത്തിലാണ് അവർ പാടിയത്, അങ്ങനെ അനവധി ചോദ്യങ്ങളുണ്ട്. അതിന് മറുപടി കൊടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും നമുക്കുണ്ട്. അപ്പം നമുക്കറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതുകൊണ്ട് ഇറങ്ങുന്നതെന്നുള്ളൊരു ചോദ്യം വരും. അങ്ങനൊരു ഭാരിച്ച ഒരു ഉത്തരവാദിത്വം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സ്കൂൾ തലങ്ങളിലൊക്കെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തിട്ട് ഇതിൻ്റെ ഒരു വ്യാപനം നടത്താനുള്ളൊരു ശ്രമവും, അങ്ങനൊരു പ്രോഗ്രാം നടത്തുന്നതിനപ്പുറത്ത് ഈ പാട്ടുകളെക്കുറിച്ച് പഠിക്കുകയും അത് കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന വലിയൊരു സംഘം കൂടിയാണ്, ഒരു പഠന സംഘം കൂടിയാണ്. കലോത്സവ വേദികളിലൊക്കെ പഠിപ്പിക്കാൻ പോകുന്നവരൊക്കെ ഇവരെല്ലാവരും മത്സര വേദികളിലൊക്കെ പഠിപ്പിക്കാൻ പോകുന്നവരുമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ശരിക്കും പറഞ്ഞാൽ അത് കേരളത്തിലെ ഒട്ടുമിക്ക നാടൻ പാട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇതിനെ വളരെ സീരിയസ് ആയിട്ട് നോക്കിക്കാണുന്ന ഒരു സാഹിത്യശാഖ തന്നെയാണ്. ആരാലും എഴുതപ്പെടാത്ത വലിയൊരു സാഹിത്യശാഖ തന്നെയാണ്. കാരണം ഒരു ലൈറ്റ് മ്യൂസിക് അല്ലെങ്കിൽ ഒരു ഫിലിം സോങ്ങിന് കേട്ട് കഴിയുമ്പോഴത്തേന് അതിൻ്റെ ഒരു കണ്ടൻറ്റ് നമുക്ക് ഏകദേശം പെട്ടെന്ന് മനസ്സിലാവും. ലിറിക് എഴുതിയ ഇന്ന ആളാണ്, അത് കമ്പോസ് ചെയ്ത ഇന്ന ആളാണ്, അത് ഇന്ന സീക്വൻസിന് വേണ്ടി എഴുതി ചേർത്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇത് അങ്ങനെ പറയാൻ പറ്റാത്ത വിശാലമായി പഠിക്കേണ്ട വലിയൊരു സാഹിത്യശാഖ തന്നെയാണ് ഈ നാടൻ പാട്ടുകൾ. അപ്പോൾ കേരളത്തിൽ അനവധി നാടൻ പാട്ട് സംഘങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നതെല്ലാം ഭയങ്കര സീരിയസ് ആയിട്ടാണ്, അവരുടെ കളക്ഷൻ പോലും. പിന്നെ ഇതിനകത്ത് എല്ലാ ടീമുകൾക്കും ഒരു മത്സര ബുദ്ധി ഉണ്ടാവും സ്വാഭാവികമായിട്ട്. പുതിയ പാട്ടുകൾ ഓരോ ടീമുകൾ കണ്ടെത്തുമ്പോഴത്തേനും അവർ അതേ ആരോഗ്യപരമായ മത്സര ബുദ്ധിയോടുകൂടി തന്നെയാണ് അവരും പാട്ടുകൾ കളക്ട് ചെയ്യുന്നതും അതിനെ ചിട്ടപ്പെടുത്തുന്നതും. എന്നാൽ അതിൻ്റെ ഒരു സത്ത പോകാതെ അതിൻ്റെ നിലവിലുള്ള ടൂണിന് ഇല്ലായ്മപ്പെടുത്താതെ അതിൻ്റെ സാഹിത്യത്തിന് കോട്ടം വരാതൊക്കെയാണ് വളരെ കൃത്യമായിട്ട് തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ ഒരു ഷോയിൽ ചിലപ്പോൾ നമ്മൾ ഓർക്കസ്ട്ര മാത്രം ചിലപ്പോൾ മാറുമായിരിക്കും, പക്ഷേ പാട്ടിൻ്റെ സാഹിത്യമോ അതിൻ്റെ കണ്ടൻറ്റോ അതിൻ്റെ ടൂണിനോ നമുക്ക് ഒന്നും നമ്മൾ മാറ്റം വരുത്തത്തില്ല. കാരണം അതങ്ങനെ മാറ്റം വരുത്തുമ്പോഴത്തേനും അതിൻ്റെ ഒരു ലൈഫ് അങ്ങ് പോകും. കാരണം കുറേ മനുഷ്യരുടെ ലൈഫാണ് ഈ പാട്ടിൽ ഉടനീളം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം നമുക്കതിന് മാറ്റാൻ റൈറ്റില്ല. അവർ പാടിയതുപോലെ നമുക്ക് പാടാൻ പറ്റത്തില്ല. ആ പാട്ടിനെ അതിനോടൊരു നീതി പുലർത്താൻ പറ്റും. ആ നീതിയിൽ നിന്നുകൊണ്ട് അതിനെ നമുക്ക് പുതിയ കാലത്തിലേക്ക് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയും കൂടി ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നൊരു പഠന
സംഘം കൂടിയാണ്. ഞാനീ പാടുന്ന പാട്ട് കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന സിനിമയിൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി അൻവർ അലി എഴുതി കമ്മട്ടിപ്പാടത്തിൻ്റെ ഒരു പ്രധാന ആക്ടർ കൂടിയായ പ്രിയപ്പെട്ട വിനായകൻ ചേട്ടൻ ഈണം പകർന്ന പുഴുപുലികൾ എന്ന് പറയുന്ന പാട്ടിൻ്റെ കുറച്ച് ലാസ്റ്റ് പോർഷൻ ഒരു തുടക്കം എന്നോണം പാടാമെന്ന് വിചാരിക്കുന്നു. പാടിയേക്കുന്നത് ഞാനേം സാവിയോ എന്ന് പറയുന്ന ഒരു കുഞ്ഞു പയ്യനോട് കൂടിയാണ് പാടിയേക്കുന്നത്. അതിനകത്ത് 2 സോങ്ങാണ് ഞങ്ങൾ പാടിയ. ഒരു സോങ് ഗ്രൂപ്പായിട്ടുള്ള സോങ്ങാണ്. അതിൻ്റെ ടൈറ്റിൽ സോങ് പറ പറ എന്ന് പറയുന്ന സോങ്. അത് 3 മ്യൂസിക് ഡയറക്ടറായിരുന്നു കമ്മട്ടിപ്പാടത്തിന്. ജോൺ പി വർക്കി. ജോണേട്ടൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. കോവിഡ് സംബന്ധമായ രോഗം വന്നിട്ട് ജോണേട്ടൻ ആ കോവിഡ് കാലത്ത് മരിച്ചുപോയി. ജോണേട്ടൻ മുഖാന്തരം എനിക്ക് കമ്മട്ടിപ്പാടം ഞാൻ മൂവിയിലേക്ക് വരുന്നത്. അത് പാടാൻ വേണ്ടി ജോണേട്ടൻ എന്നെ വിളിച്ചതാണ്. അങ്ങനെയാണ് ഈ പുഴുപുലികൾ പാടുന്നത്. ആദ്യം അതിന് കുറച്ച് 3-4 സിനിമ പാടി നിൽക്കുന്ന സമയത്തായിരുന്നു ഒരു പ്ലേബാക്ക് സിംഗർ എന്നുള്ള നിലയിൽ എന്നെ കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് എത്തിച്ച പാട്ടായിരുന്നു ഈ കമ്മട്ടിപ്പാടത്തിലെ പുഴുപുലികൾ എന്ന് പറയുന്ന പാട്ട്. ഫസ്റ്റ് മൂവി ബാച്ചലർ പാർട്ടി, ബാച്ചലർ ലൈഫാണ്, അഭയം എന്നെ ഇപ്പം കപ്പ കപ്പ. പാട്ട് 2 ഹിറ്റായിരുന്നു. പക്ഷേ പാട്ടുകാരനെ ആർക്കും അറിയത്തില്ല. രാഹുൽ രാജിൻ്റെ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ വർക്കാണ് ഏറ്റവും കൂടുതൽ ഞാൻ പാടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ കമ്മട്ടിപ്പാടമാണ് എനിക്ക് കുറച്ചുകൂടെ മൈലേജ് തന്നതും വർക്കുകൾ പിന്നെ വരാൻ തുടങ്ങിയത് അത് മുഖാന്തരം. അക്കാണും മാമലയൊന്നും നമ്മുടതല്ലൻ മകനേ, ഇക്കായൽ കയവും കരയും ആരുടെയുമല്ലൻ മകനെ. അക്കാണും മാമലയൊന്നും നമ്മുടതല്ലൻ മകനേ, ഇക്കായൽ കയവും കരയും ആരുടെയുമല്ലൻ മകനെ. പുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പല കാലപ്പരദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം നരകിച്ചു പൊറുക്കുന്നിവിടം ഭൂലോകം തിരുമകനേ. കലഹിച്ചു മരിക്കുന്നിവിടം ഇഹലോകം എൻ തിരുമകനെ. നരകിച്ചു പൊറുക്കുന്നിവിടം ഭൂലോകം തിരുമകനേ. കലഹിച്ചു മരിക്കുന്നിവിടം ഇഹലോകം എൻ തിരുമകനെ. കലഹിച്ചു മരിക്കുന്നിവിടം ഇഹലോകം എൻ തിരുമകനെ. ദാനന്ദം താനേനം താനേനം തന്തിനാനു തനദാനൈ തന്നാനൈ തന്നാനൈ തന്തിനാനു. ദാനന്ദം താനേനം താനേനം തന്തിനാനു തനദാനൈ തന്നാനൈ തന്നാനൈ തന്തിനാനു. തനദാനൈ തന്നാനൈ തന്നാനൈ തന്തിനാനു. തനദാനൈ തന്നാനൈ തന്നാനൈ തന്തിനാനു. ഏരേരി 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 ഏരോ ഏരേരി ഏരേരി ഏരേരോ ഏരേരി 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 ഏരോ ഏരേരി ഏരേരി ചെക്കലാടിക്കും മുമ്പ് തെയ്യം താര ചെമ്പാട്ടു വീശും മുമ്പ് തെയ്യം താര തകതാര താര. ചെമ്പാവും പാടത്തെ ചാത്തനും നീലിയും വെക്കം നാടന്നേ തെയ്യം താര തകതാര തകതിമി താര തകതിമി താര തകതിമിതോ. തകതാര തകതിമി താര തകതിമി താര തകതിമിതോ. മാലി മാട മുറിഞ്ഞ് തെയ്യം താര ചെരിക്കലും മുടിഞ്ഞ് തെയ്യം താര തകതാര താര. മടത്തിലെന്തുണ്ടോ കാച്ചിക്കുടിക്കാനായി അന്തിക്കേടു കീടാത്തി തെയ്യം താര തകതാര തകതിമി താര തകതി താര തകതിമിതോ. തകതാര തകതിമി താര തകതിമി താര തകതിമിതോ. ഏരേരി 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 ഏരോ ഏരേരി ഏരേരി ഏരേരോ.
ശരിക്കും ഒരു ട്രഡീഷണൽ സോങ് അല്ല, പക്ഷേ അതിൻ്റെ ലിറിക്ക് കേൾക്കുമ്പോഴത്തേനും നമുക്കൊരു ട്രഡീഷണൽ സോങ് ഫീൽ ചെയ്യും. എന്നാൽ ഇതൊരു എഴുത്തുപാട്ടാണ്. കറുകച്ചാൽ സ്വദേശിയാണ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അധ്യാപകനായിരുന്നു. എം.എൻ. തങ്കപ്പൻ എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു അത് എഴുതിയത്. അതായത് എനിക്ക് തോന്നുന്നു ഈ ചങ്കിനകത്ത് ഇതുപോലെ കൊളോക്കൽ ലാംഗ്വേജ് ശേഖരിച്ച് വെച്ചുകൊണ്ട് നടന്നൊരു വലിയ അല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും എടുത്ത് വെച്ച് കഴിഞ്ഞാലും അത് എഴുതിയതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവും. കാരണം അത്ര ട്രഡീഷണൽ ആയിട്ടുള്ള വാക്കുകളാണ് പുള്ളി ഓരോ പാട്ടിനും ഉപയോഗിക്കുന്നത്. കേരളത്തിൽ അങ്ങനൊരു വലിയൊരു പ്രശ്നമുണ്ട്. ഒന്ന്, ഒരു മനുഷ്യൻ ഒരു പാട്ട് എഴുതുമ്പോഴത്തേന് അത് അയാളുടെ ആയുസിൻ്റെ ഇത്ര പെർസെൻറ്റേജ് കൊടുത്തിട്ടാണ് അയാളൊരു പാട്ട് എഴുതുന്നത്. അത് ട്യൂൺ ചെയ്ത് വേദികളിൽ പാടിത്തുടങ്ങുമ്പോഴത്തേന് പലപ്പോഴും ആ പാട്ട് എഴുതിയ ആൾ അറിയപ്പെടാതെ പോകുന്നൊരവസ്ഥയുണ്ട്. നമുക്ക് അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ പാടുന്ന വേദികളിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കുക എന്ന് പറയുന്നത് ഒരു മര്യാദയുടെ ഭാഗമാണ്. അത് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു മര്യാദയാണ്. എന്നാൽ പല ആൾക്കാരും അത് ചെയ്യാറില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് താരകപ്പെണ്ണാളെ എന്ന് പറയുന്ന പാട്ട് കേരളം മൊത്തം, കേരളത്തിനകത്തും ഇന്ത്യക്ക് പുറത്തുള്ള വിദേശീയർ പോലും ഏറ്റുപാടിയിട്ടുണ്ട്. പക്ഷേ ആ പാട്ട് എഴുതി ആ പാട്ട് കമ്പോസ് ചെയ്ത സത്യം കോമല്ലൂർ എന്ന് പറയുന്ന മനുഷ്യനും, ആ പാട്ട് എഴുതിയത് സത്യം ചേട്ടൻ, ആ പാട്ട് കമ്പോസ് ചെയ്ത മധുമുണ്ടോ എന്ന് പറയുന്ന മനുഷ്യനും വിസ്മരിക്കപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ്. ഒട്ടുമിക്ക ഗാനമേള സമിതികളും ഇത് പാടാറുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അവരാരും ഇവരെ പേര് പറയാറില്ല. അതേസമയം ഒരു ഫിലിം സോങ് പാടുമ്പോഴത്തേന് ജോൺസൺ മാഷ് ഈണം പകർന്ന് യൂസഫലി കേച്ചേരി എഴുതിയ ഇന്ന സിനിമയിലെ പാട്ടാണ് ഞങ്ങൾ പാടുന്നത്, അല്ലെങ്കിൽ രവീന്ദ്ര മാഷ് സംഗീതം നൽകി പി ഭാസ്കരൻ മാഷ് എഴുതിയ ഇന്ന സിനിമയിലെ പാട്ടാണ് പാടുന്നത്, അല്ലെങ്കിൽ ബാബുക്ക സംഗീതം ചെയ്ത, അല്ലെങ്കിൽ ദേവരാം മാസ്റ്റർ സംഗീതം ചെയ്ത് വയലാർ എഴുതിയ ഇന്ന സിനിമയിലെ പാട്ടാണെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഇത് അവർ പറയുന്നില്ല. ഇത് ഒരു അടുത്തൊരു നിങ്ങൾക്കെല്ലാം വളരെയധികം ഇഷ്ടമുള്ള താരകപ്പെണ്ണാളെ എന്ന് പറയുന്ന പാട്ടാണ് ഞങ്ങൾ പാടുന്നതെന്ന് പറഞ്ഞാൽ അവരങ്ങ് പാടുക. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് കാണിക്കുന്ന വളരെ മോശപ്പെട്ടൊരു ഏർപ്പാടാണ്. അവരുടെ പേരുകൾ അറിയണം, ലോകം അറിയണം. ഇന്ന ആളാണ്, ഇന്ന ആളുടെ വരികളും ഇന്ന ആളുടെ സംഗീതവുമാണ് ഞങ്ങൾ കേൾക്കുന്നതും ഞങ്ങൾ പാടുന്നതും എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തൽ സമൂഹത്തിനോട് നമ്മൾ കാണിക്കണം. അത് ഈ പാട്ട് എഴുതുന്ന മനുഷ്യരോടും അത് കമ്പോസ് ചെയ്യുന്ന മ്യൂസീഷ്യനോടും കാണിക്കുന്ന വലിയൊരു മര്യാദയും നീതിയുമായിരിക്കും എന്നാണ്. പലപ്പോഴും അതങ്ങനെ സംഭവിക്കാറില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, അതെന്താ ഇങ്ങനെ നാടൻ പാട്ടുകൾ ഇത്രയും ആത്മാവ് കൊടുത്ത് എഴുതി അവരുടെ ആയുസിൻ്റെ ഇത്ര പെർസെൻറ്റേജ് കൊടുത്തത് കമ്പോസ് ചെയ്തിട്ട് അത് പല വേദികളിൽ പലരും എടുത്ത് പാടി ഗംഭീരമാക്കി അവർ വേദി വിട്ട് പോകുമ്പം ഈ എഴുത്തുകാരനും ഈ മ്യൂസീഷ്യനും വിസ്മരിക്കപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം എന്താ അങ്ങനെ ഉണ്ടാകുന്നത് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ മാറ്റി നിർത്തുന്നത്? ബാക്കി സിനിമാ ഗാനം കമ്പോസ് ചെയ്യുന്നവരും സിനിമാ ഗാനം എഴുതിയവരും രജിസ്റ്റർ ചെയ്യപ്പെടുമ്പം നാടൻ പാട്ടായതുകൊണ്ടാണോ, അല്ലെങ്കിൽ നാടൻ പാട്ടിൻ്റെ രീതിയിലുള്ളൊരു പാട്ട് എഴുതിയത് കൊണ്ട് മാത്രമാണോ ഇവർ ഇങ്ങനെ വിസ്മരിക്കപ്പെടുന്നതെന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അത് രണ്ട് തരം ആൾക്കാരെ, രണ്ട് തരം സമൂഹത്തെ സൃഷ്ടിക്കുന്ന, കലയിൽ രണ്ട് തരം സമൂഹത്തെ സൃഷ്ടിക്കുന്ന ഒരു വല്ലാത്ത പ്രവണതയാണ്. അത് മാറണം. അവർ ലോകമെമ്പാടും ഏറ്റുപാടിയ, ലോക മലയാളികൾ ഏറ്റുപാടിയൊരു പാട്ടാണ് താരകപ്പെണ്ണാളെ എന്ന് പറയുന്ന പാട്ട്. താരകപ്പെണ്ണാളെ എന്ന് പറയുന്ന പാട്ട് പാടാത്തവരാരും തന്നെ ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ എത്ര പേർക്കറിയാം സത്യൻ കോമല്ലൂർ എന്ന് പറയുന്ന മനുഷ്യനായത് എഴുതിയതെന്ന് എത്ര പേർക്കറിയാം? അതുപോലെ തന്നെ വളരെ മെലിഞ്ഞ മധുമുണ്ടകോ എന്ന് പറയുന്ന ഒരു ശരിക്കും പാവം പിടിച്ച ഒരു മനുഷ്യനാണിത് കമ്പോസ് ചെയ്തതെന്ന് ഈ പറയുന്ന ആർക്കും അറിയത്തില്ല. വേദികളിൽ ഇത് പാടിയിട്ട് ആ പാട്ടുകാരൻ കയ്യടി മേടിച്ച് വേദി വിട്ട് ഭയങ്കര അഭിനന്ദനമൊക്കെ മേടിച്ച് വേദി വിട്ട് നെഞ്ചു വിരിച്ചിറങ്ങിപ്പോകുമ്പം ഇങ്ങനെ അഭിനന്ദനം മേടിക്കാൻ പാകത്തിൽ വരികൾ, ആത്മാവിൽ നിന്ന് വന്ന വരികൾ കുത്തിക്കുറിച്ച് ഒരു മനുഷ്യൻ കൊടുത്ത് ആ മനുഷ്യൻ വിസ്മരിക്കപ്പെടുകയാണ്. അത് ഒരു ശരിയായ പ്രവണതയല്ല. അങ്ങനെയുള്ള ആൾക്കാർ അറിയപ്പെടണം. ഈ എം.എൻ. സാറ് പോലും ഈ അടുത്ത കാലത്താണ് അറിയപ്പെടാൻ തുടങ്ങിയത്. ഇപ്പം ഈ അനൂപ് പാടി ഈ പാട്ട് തന്നെ ആദ്യമായി വേറൊരു വെർഷനിൽ പാടിയത് നമ്മുടെ അവിയൽ ബാൻഡാണ്. ചെക്കലാടിക്കും മുമ്പേ ദയ്യം താരാ, അങ്ങനെ ആക്കി അവർ പാടിയത്. അവിയൽ ബാൻഡിന് പൊതുസമൂഹം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് ഈ പാട്ടിലൂടെയാണ്. പക്ഷേ അവിയൽ ബാൻഡിന് പോലും പറഞ്ഞിട്ടില്ല ഇത് എം.എൻ. തങ്കപ്പനാണ് എഴുതിയതെന്നും
ഇതുവരെ അവരും അത് പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അത് ശരിയല്ല. അപ്പോൾ പുതിയ കാലത്തിൽ എന്തായാലും ഇനി ട്രഡീഷണൽ പാട്ടുകൾ ഇനി പുതിയ കാലത്തിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യമാണ്. ഒരു കൊയ്ത്തുപാട്ട് കിട്ടാൻ പാടശേഖരങ്ങളില്ലാത്തിടത്തോളം കാലം കൊയ്ത്തുപാട്ട് കിട്ടാനോ അല്ലെങ്കിൽ മറ്റ് കൃഷിപ്പാട്ടുകൾ കിട്ടാനോ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പുതിയ പാട്ടുകൾ എഴുതാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ എഴുതാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. പുതിയ എഴുത്ത് പാട്ടുകൾ ഉണ്ടാകണം, അതിൻ്റെ സംഗീതം ഉണ്ടാകണം. പക്ഷേ ആ എഴുതിയവരും അത് സംഗീതം ചെയ്യുന്നവരും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തിരിച്ചറിയപ്പെടുകയുടെ ചെയ്യണം. അങ്ങനെ ഉണ്ടാവട്ടെ എന്നാണ് ഇനിയുള്ള കാലം അങ്ങനെയെങ്കിലും ഉണ്ടാകട്ടെ. അത് ചെയ്തില്ല, അതൊരു നീതികേട് തന്നെയാണ്. അടുത്ത പാട്ടിലേക്ക് പോവാം. അതെ, സത്യൻ ചേട്ടൻ്റെ സത്യം കോമല്ലൂർ എഴുതി മധു മുണ്ടകം ഈണം പകർന്ന അത് ഏറ്റവും കൂടുതൽ അത് ഞാൻ മറന്നുപോയി കേട്ടോ. ആ പാട്ട് പാടി ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു പാട്ടുകാരനായിരുന്നു PS ബാനർജി എന്ന് പറയുന്നത്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ട, പാടിയും പറഞ്ഞു ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ട മനുഷ്യനായിരുന്നു അദ്ദേഹം ഈ കോവിഡാനന്തര രോഗം ബാധിച്ച് മരിക്കുകയായിരുന്നു കോവിഡ് കാലത്ത്. വളരെ ചെറിയ ഏജിലെ പാതി വഴിയിൽ പാട്ട് നിർത്തി. ഞങ്ങളൊക്കെ ആദ്യ കാലങ്ങളിൽ പാടി തുടങ്ങുന്നത് 99-ലൊക്കെ ഞാൻ പാടി തുടങ്ങുന്നത് ശാസ്താംകോട്ട DB കോളേജിൽ നിന്നാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് പാടി തുടങ്ങുന്നത്. ഇന്ന് കേരളത്തിലെ നാടൻപാട്ടിൻ്റെ കുലപതി എന്നറിയപ്പെടുന്ന CJ കുട്ടപ്പൻ മാഷിനോടൊപ്പം, മുൻ ഫോക്ലോർ അക്കാദമി ചെയർമാൻ CJ കുട്ടപ്പൻ മാഷിനോടൊപ്പം ഒക്കെ ഞങ്ങൾ കുറേ 10-15 വർഷം യാത്ര ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹം പകർന്നു തന്ന കുറേ അറിവുകൾ മാത്രം വെച്ചിട്ടാണ്. അപ്പോൾ ആ ബാനർജിയൊക്കെ വളരെ ഗംഭീരമായി സ്റ്റേജിൽ പെർഫോം ചെയ്ത് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം വളരെ പെട്ടെന്ന് ഈ അപ്രതീക്ഷിതമായി ഈ കോവിഡിൻ്റെ വരവോടുകൂടി അദ്ദേഹം ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിലൂടെയാണ് ഈ പാട്ട് ലോകം കേട്ടു തുടങ്ങിയത്. സത്യൻ ചേട്ടൻ്റെ ഈ പാട്ട് ആദ്യമായി റെക്കോർഡഡ് ആക്കുന്നത് ബാനർജിയുടെ ശബ്ദത്തിലൂടെയായിരുന്നു. അപ്പം ബാനർജി പാടി ലോകത്തിന് മുന്നിൽ പാടി വെച്ച താരകപ്പെണ്ണാൾ സത്യൻ ചേട്ടൻ എഴുതി മധു മുണ്ടകം ഈണം പകർന്ന് പ്രിയപ്പെട്ട സുഹൃത്ത് ബാനർജി പാടി പ്രചരിപ്പിച്ച ആ പാട്ട് തന്നെ പാടാമെന്ന് വിചാരിക്കും. താരകപ്പെണ്ണാളേ കതിരാടും ഇഴിയാളേ തമ്പുരാനെത്തിടും മുന്നേ കരിങ്കാരൻ കോര പറിച്ചാട്ടേ. താരകപ്പെണ്ണാളേ കതിരാടും ഇഴിയാളേ തമ്പുരാനെത്തിടും മുന്നേ കരിങ്കാരൻ കോര പറിച്ചാട്ടി. തകതകതാത്തിനുന്തകത്തെയ്താര തകതിനുന്തകത്തെയ്താര താത്തിനുന്തക തകതിനുന്തക തരതിനുന്തകത്തെയ്താര താത്തിനുന്തകത്തെയ്താര തകതിനുന്തകത്തെയ്താര താത്തിനുന്തക തകതിനുന്തക തരതിനുന്തകത്തെയ്താര. കണ്ടം പുട്ടി അടിക്കാൻ കരിമ്പാറക്കരങ്ങളുണ്ടേ, കണ്ടം പൂട്ടി അടിക്കാൻ കരിമ്പാറക്കരങ്ങളുണ്ടേ. വെള്ളം കോരി ഉള്ളം കിടുങ്ങാത്ത മേലക്കിടാങ്ങളുണ്ട്. തകതകതാത്തിനുന്തകത്തെയ്താര തകതിനുന്തകത്തെയ്താര താത്തിനുന്തക തകതിനുന്തക തരതിനുന്തകത്തെയ്താര താത്തിനുന്തകത്തെയ്താര തകതിനുന്തകത്തെയ്താര താത്തിനുന്തക തകതിനുന്തക തരതിനുന്തകത്തെയ്താര. വെറ്റെ മന്തിന്നവളേ തത്ത ചുണ്ടുള്ളവാ മുറുക്കേ, വെറ്റെ മന്തിന്നവളേ തത്ത ചുണ്ടുള്ളവാ മുറുക്കേ. അന്തിക്കൊരുത്തി മുറുക്കി പെരുത്തവൾ വീണത് ചേറ്റിലാണ്. തകതകതാത്തിനുന്തകത്തെയ്താര തകതിനുന്തകത്തെയ്താര താത്തിനുന്തക തകതിനുന്തക തരതിനുന്തകത്തെയ്താര താത്തിനുന്തകത്തെയ്താര തകതിനുന്തകത്തെയ്താര താത്തിനുന്തക തകതിനുന്തക തരതിനുന്തകത്തെയ്താര താത്തിനുന്തകത്തെയ്താര തകതിനുന്തകത്തെയ്താര താത്തിനുന്തക തകതിനുന്തക തരതിനുന്തകത്തെയ്താര. എന്തായാലും നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഒരു ഷോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എപ്പിസോഡ് എനിക്ക് കിട്ടിയത് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. കാരണം നമ്മൾ കേട്ട് മറന്ന കുറേ പാട്ടുകളാണ്. നിങ്ങൾ അതാണ് എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു, സെറ്റായിരുന്നു, മറ്റല്ല കിടിലായിരുന്നു. ഓക്കെ, താങ്ക് യു.